ശിവകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇപ്പോൾ അയാളുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു അശ്രദ്ധയാണ് ഇത്രയും വലിയൊരു ദുരന്തത്തിലേക്ക് പോയത് എന്നാണ് മനസ്സിലാക്കുന്നത്. കൃത്യമായിട്ടുള്ള രക്ഷാപ്രവർത്തനം ആ നടപടികളിലേക്ക് ഫയർഫോഴ്സ് അംഗങ്ങൾ പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു എടുത്തുചാട്ടം എന്നുള്ള രീതിയിലാണ് ഈ ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നത്. അവിടെയാണ് ഇത്രയും വലിയ ദുരന്തത്തിലേക്ക് പോലും നയിച്ചത് എന്നാണ് കണ്ണനായർ ഇപ്പോൾ പറഞ്ഞുകൊണ്ടേയിരുന്നത്. കൈവരി തകർന്നാണ് അപകടമുണ്ടായത്. അങ്ങനെ 3 മരണമാണ് സംഭവിച്ചിരിക്കുന്നത്. നെടുവത്തൂരിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. കണ്ണനായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഈ മരിച്ച അർച്ചന അല്ലേ, അവരുടെ 3 കുഞ്ഞുങ്ങളാണ്. മറ്റാരെങ്കിലും ഈ വീട്ടിലുണ്ടായിരുന്നു? ആരോടൊപ്പമൊക്കെയാണ് താമസിക്കുന്നത്? ഈ മദ്യപിച്ചാണ് എത്തിയത് എന്ന് പറയുന്നു. ആ സമയം വീട്ടിൽ മറ്റാരും ഇടപെടാനൊന്നും ഉണ്ടായിരുന്നില്ലേ? ഈ വീട്ടിൽ അർച്ചനയുടെ 3 കുഞ്ഞുങ്ങളും അർച്ചനയും ശിവകുമാറുമായിരുന്നു കുറച്ച് ദിവസങ്ങളായി താമസിച്ചിരുന്നതാണ് നമുക്ക് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരം. അർച്ചനയുടെ വിവാഹം നേരത്തെ കഴിഞ്ഞാണ്, ഭർത്താവ് ഉപേക്ഷിച്ചാണ്. അതിനുശേഷമാണ് ശിവകൃഷ്ണനുമായി സൗഹൃദം ഉണ്ടാകുന്നത്. ആ സൗഹൃദത്തെ തുടർന്ന് ഇയാൾ ഈ വീട്ടിൽ തന്നെയായിരുന്നു താമസിക്കുന്നത്. പല സമയങ്ങളിലും രാത്രികാലങ്ങളിൽ മദ്യപിച്ചെത്തി ശിവകൃഷ്ണനും ഈ അർച്ചനയും തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയും അത്തരത്തിൽ തർക്കങ്ങൾ ഉണ്ടാവുകയും അതിന്റെ പേരിൽ അർച്ചന കിണറ്റിലേക്ക് ചാടുകയുമായിരുന്നു എന്നാണ് നമുക്ക് ഫയർഫോഴ്സിൽ നിന്നും പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം. ആ അർച്ചനയെ രക്ഷിക്കാൻ വേണ്ടി ശിവകുമാർ തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തിയത്. 3 യൂണിറ്റ് ഫയർഫോഴ്സ് സംഘവും സ്കൂബ ടീമും കൊട്ടാരത്തിൽ നിന്നും എത്തി അർച്ചനയെ രക്ഷിക്കാൻ വേണ്ടി സുരക്ഷാ കവചങ്ങൾ അടക്കം അണിഞ്ഞ് സോയസ് കുമാർ എന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ അവിടേക്ക് കിണറ്റിലേക്ക് ഇറങ്ങി. ആരും അടുത്തേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നു. നാട്ടുകാരടക്കമുള്ള ആൾക്കാർ ദൂരെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ ശിവകൃഷ്ണൻ ഒരു ടോർച്ച് എടുത്തുകൊണ്ടുവന്ന് അവിടുത്തെ വെളിച്ചം നൽകാനായി കിണറിന്റെ കൈവരിക്ക് സമീപത്തേക്ക് പോവുകയും കൈവരി തകർന്ന് അയാൾ അകത്തേക്ക് വീഴുകയുമായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിന്റെ കാര്യം. ഒരു ആളുടെ ജീവൻ രക്ഷിക്കാൻ എത്തിയ ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥന്റെ മരണം സംഭവിച്ചു. ഒപ്പം തന്നെ അർച്ചന എന്ന 31-കാരി, ശിവകൃഷ്ണൻ എന്ന 22-കാരൻ തൃശൂർ സ്വദേശിയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 3 പേരുടെ മരണമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നു. അർച്ചന എന്ന് പറയുന്ന യുവതി കിണറ്റിലേക്ക് ചാടുന്നു. ആ രക്ഷാപ്രവർത്തനത്തിന്റെയാണ് ഈ ശിവകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി തന്നെയാണ് ഈ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തുന്നത്. അങ്ങനെ സോണി എന്ന് പറയുന്ന ഫയർഫോഴ്സ് യൂണിറ്റ് അംഗം ആ കിണറ്റിലേക്ക് ഇറങ്ങുകയായിരുന്നു. ആ സ്ഥലത്തേക്ക് പോകരുത്, അടുത്തേക്ക് പോകരുത് എന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശം അവിടെയുള്ള എല്ലാവർക്കും ഫയർഫോഴ്സ് അംഗങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു. അവിടേക്ക് എത്തിയ നാട്ടുകാർ ഉൾപ്പെടെ ആ അടുത്തേക്ക് വരാതെ മാറി നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് ഈ ശിവകൃഷ്ണൻ അവിടേക്ക് ഒരു ടോർച്ചും കൊണ്ട് പോകുന്നത്. മദ്യലഹരിയിലായിരുന്നു. ആ ഒരു മദ്യലഹരിയിലായതുകൊണ്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ്, അയാളുടെ ഒരു എടുത്തുചാട്ടം കൂടിയാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തത്തിലേക്ക് നയിച്ചതും. കൈവരി ഇടിഞ്ഞ് ഈ അർച്ചന, അതോടൊപ്പം തന്നെ ഈ സോണി, ഫയർഫോഴ്സ് യൂണിറ്റ് അംഗം അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുടെ മുകളിലേക്ക് വീഴുകയായിരുന്നു. അതിനിടയിലും ശിവകൃഷ്ണൻ ഉണ്ടായിരുന്നു. അങ്ങനെ 3 മരണം സംഭവിക്കുകയാണ് എന്നാണ് മനസ്സിലായത്. കണ്ണൻ നായർ തുടരുന്നുണ്ട്. കണ്ണൻ, ഇവരെ ആ സമയം തന്നെ ഈ കൈവരി ഇടിഞ്ഞു വീഴുന്നു, ആ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നു, ഉടൻ തന്നെ പുറത്തെടുക്കാൻ സാധിച്ചിരുന്നോ? അപ്പോൾ തന്നെ മരണം സംഭവിക്കുകയാണോ അതോ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണോ? അതിനെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കുന്നത്? ഈ സംഭവം ഉണ്ടാകുന്നത് 12 മണിയോട് കൂടിയാണ്. 12 മണിക്ക് ആണ് ഫയർഫോഴ്സിന് വിവരം ലഭിക്കുന്നത്. ശിവകൃഷ്ണനാണ് ഈ വിവരം ഫയർഫോഴ്സിനെ അറിയിക്കുന്നത്. ഫയർഫോഴ്സിന്റെ സംഘം അവിടേക്ക് എത്തി ഇവരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം, സുരക്ഷാ കവചങ്ങളടക്കം അണിഞ്ഞ് സോണീഷ് കുമാറാണ് ആ കിണറ്റിലേക്ക് ഇറങ്ങുന്നത്. അവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. കാര്യം അവർക്ക് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ അർച്ചനയോട് സംസാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിച്ച് പരിശോധനയോടുകൂടി ആശുപത്രിയിലേക്ക് മാറ്റാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഈ ശിവകൃഷ്ണന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു അശ്രദ്ധ, ആ അശ്രദ്ധയാണ് ഇത്തരത്തിലുള്ള ഒരു അപകടത്തിലേക്ക് നയിച്ചത്. ആ കിണറിന്റെ സമീപത്തേക്ക് പോകരുത് എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പല തവണ പറഞ്ഞതാണ്. നാട്ടുകാരടക്കമുള്ള ആൾക്കാരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ തന്നെ പറഞ്ഞതാണ് ഒരു കാരണവശാലും അവിടേക്ക് പോകരുത് എന്നുള്ള നിർദ്ദേശം നൽകിയതാണ്. പക്ഷെ അയാൾ ആ നിർദ്ദേശങ്ങളൊക്കെ അവഗണിച്ചുകൊണ്ട് ഒരു ടോർച്ചും എടുത്ത് വെളിച്ചം നൽകാമെന്നുള്ള പേരിൽ അവിടേക്ക് എത്തുകയും അങ്ങനെ കിണറിന്റെ കൈവരി തകർന്ന് അകത്ത് വീഴുകയുമായിരുന്നു. ശിവകൃഷ്ണനും ഒപ്പം തന്നെ വലിയൊരു പാറക്കഷ്ണവുമാണ് സോണിയുടെ തലയിലേക്ക് വീണത്. അങ്ങനെ ഗുരുതരമായി പരിക്കേറ്റു. ഏതാണ്ട് 2 അരയോടുകൂടിയാണ്, അതായത് ഒരു 2 മണിക്കൂറോളം നീണ്ട ശ്രമങ്ങൾക്കൊടുവിലാണ് ഈ 3 പേരെയും പുറത്തേക്ക് എടുക്കാൻ സാധിച്ചത്. ആ സമയത്ത് തന്നെ സ്വന്തം സഹപ്രവർത്തകരുടെ കൺമുന്നിൽ വെച്ചാണ് സോണി എസ് കുമാറിന്റെ ജീവൻ നഷ്ടമായത്. അതിന്റെ ഒരു ഞെട്ടലിലും മിന്നലിലുമാണ് അവിടുത്തെയുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. അവരോട് സംസാരിക്കുമ്പോൾ പോലും പല ആൾക്കാരും പൊട്ടിക്കരച്ചുകൊണ്ടാണ് നമ്മളോട് മറുപടി പറയുന്നത്. വലിയ ഒരു ആഘാതം, വലിയൊരു ദുരന്തം. ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോയ ഒരു ഉദ്യോഗസ്ഥനാണ്. ആ ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം അവഗണിച്ചുകൊണ്ട് ഒരു വ്യക്തി കാട്ടിക്കൂട്ടിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയ ദുരന്തത്തിലേക്കും 3 പേരുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്കും കാര്യങ്ങൾ എത്തിച്ചത്. അതെ, ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി എത്തിയതാണ്. ആ ഒരു ദൗത്യം പുരോഗമിക്കുന്നതിനിടയിലാണ് ഇങ്ങനെ ഒരു വലിയ ദുരന്തം ഉണ്ടാകുന്നത്. ആ
സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചാണ് സോണിക്കും ജീവൻ നഷ്ടമാകുന്നത്. രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. അർച്ചന എന്ന യുവതിയുടെ അടുത്ത് അവർ സംസാരിച്ചതാണ്, അവരെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. പക്ഷെ അതിനിടയിലാണ് ഈ ശിവകൃഷ്ണ എന്ന് പറയുന്ന ആളുടെ എടുത്തുചാട്ടം അതി വലിയ ദുരന്തത്തിലേക്ക് പോലും നയിച്ചത്. കൊട്ടാരക്കര ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് അംഗമായ സോണിയസ് കുമാർ, ആറ്റിങ്ങൽ സ്വദേശിയാണ്. ഈ കിണറ്റിൽ ചാടിയ നെടുവത്തൂർ സ്വദേശിയായ അർച്ചന, സുഹൃത്ത് ശിവകൃഷ്ണൻ എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 12 മണിയോടുകൂടിയാണ് സംഭവം ഉണ്ടാകുന്നത്. ഇവർ തമ്മിൽ, ഈ ശിവകൃഷ്ണനും അർച്ചനയും തമ്മിൽ തർക്കമുണ്ടാകുന്നു. അങ്ങനെയാണ് അർച്ചന കിണറ്റിലേക്ക് ചാടുന്നത്. ഈ ശിവകൃഷ്ണൻ തന്നെയാണ് ഫയർഫോഴ്സ് യൂണിറ്റിനെ അറിയിക്കുന്നതും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ അവരവിടെ എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതാണ്. കാരണം ഫയർഫോഴ്സ് അംഗങ്ങളാണ്, അവർക്ക് ആ ഒരു പ്രദേശത്തെക്കുറിച്ച്, അവിടെ എത്തിയപ്പോൾ തന്നെ പ്രദേശത്തെക്കുറിച്ചൊക്കെ മനസ്സിലാകുന്നു. ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അവർ കൃത്യമായ സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ട് ആ യുവതിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് കിണറ്റിലേക്ക് ഇറങ്ങുന്നതും സോണി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ. പക്ഷേ ഈ ശിവകൃഷ്ണൻ കാണിച്ച ഒരു എടുത്തുചാട്ടം, അയാൾ മദ്യലഹരിയിൽ കൂടിയായിരുന്നു. അതിനിടയിലാണ് അങ്ങോട്ടേക്ക് പോകരുത് എന്ന് ആ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഈ ശിവകൃഷ്ണന്റെ അടുത്താണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും കൃത്യമായിട്ടുള്ള നിർദ്ദേശം ഫയർഫോഴ്സ് അംഗങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇയാൾ ഒരു ടോർച്ചും കൊണ്ട് അവിടേക്ക് ചെല്ലുന്നു, കൈവരിയുടെ അടുത്ത് ചെല്ലുന്നു, അത് തകർന്ന് ഇയാളും ഉള്ളിലേക്ക് വീഴുന്നു. അർച്ചനയ്ക്കും ഈ സോണിക്കും മുകളിലായിട്ടാണ് ഈ ബാക്കി കഷ്ണങ്ങളെല്ലാം വീഴുന്നത്. അങ്ങനെ വലിയൊരു ദുരന്തത്തിലേക്ക് പോകുന്നു. ആ സഹപ്രവർത്തകരുടെ മുന്നിൽ വെച്ചിട്ടാണ് ഒപ്പമുണ്ടായിരുന്ന സോണി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്റെ മരണം അവർക്ക് കാണേണ്ടി വരുന്നത്. അങ്ങനെ വലിയൊരു വേദന നിറഞ്ഞു നിൽക്കുന്നൊരു സംഭവം കൂടിയായി മാറുകയായിരുന്നു ഇത്. ഒരു യുവതിയുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ അടുത്ത് സംസാരിച്ചതും കൂടിയാണ്. അവരെ രക്ഷിക്കാനും പറ്റുമായിരുന്നു. അതാണ് ഇതിൽ ഏറ്റവും സങ്കടം ഉണ്ടാക്കുന്ന ഒരു കാര്യവും. ആ ജീവൻ രക്ഷിക്കുന്നതിനിടെയാണ് ഒരു ഉദ്യോഗസ്ഥൻ മരിക്കുന്നതും. അങ്ങനെ 3 മരണമാണ് സംഭവിച്ചത്. നാട്ടുകാരുടെ ഉൾപ്പെടെ പ്രതികരണമാണ് അല്പസമയം മുമ്പ് നമ്മൾ കേട്ടത്. എല്ലാവരും ഇങ്ങനെയാണ്, വേദനയോടുകൂടി മാത്രമേ അവിടെ ഈ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുള്ളൂ. പുലർച്ചെ 12 മണിയോടെ ഈ രക്ഷാ ദൗത്യത്തിന് വേണ്ടിയിട്ട് വന്നതാണ്. കുടുംബ പ്രശ്നങ്ങളായിരുന്നു ഇതിന് പിന്നിൽ എന്നാണ് മനസ്സിലാകുന്നത്. 3 കുട്ടികളുടെ അമ്മ കൂടിയാണ് ഈ മരിച്ച അർച്ചന.